വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 22, 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. പത്രോസ് ഗുരുവിനെ നിഷേധിക്കും. ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ശിമയോൻ പറഞ്ഞു, കർത്താവേ, നിന്റെ കൂടെ കാരാഗൃഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. അവൻ പറഞ്ഞു, പത്രോസേ, ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിനു മുൻപ് ഇന്ന് കോഴി കൂവുകയില്ല. യേശു പത്രോസിന് നൽകുന്ന മുന്നറിയിപ്പ്. പെസഹ തിരുനാളിൽ യേശു നടത്തിയ പുതിയ ഉടമ്പടിക്ക് ശേഷം പത്രോസിനെ പ്രത്യേകമായി വിളിച്ചുകൊണ്ട് യേശു പറയുന്നു, പത്രോസേ, നീ വിശ്വാസത്തിൽ ആഴപ്പെടുവാനും സ്ഥിരീകരിക്കപ്പെടുവാനും വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. നീ നിന്റെ ഉത്തരവാദിത്തത്തിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സഹോദരന്മാരുടെ വിശ്വാസം സംരക്ഷിക്കാൻ അവരെ നീ സഹായിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് പ്രതിസന്ധികളും പ്രലോഭനങ്ങളും നീ നേരിടേണ്ടി വരും. അവയെ നീ അതിജീവിക്കാൻ നീ ശ്രമിക്കണം. ഇത്രത്തോളം പത്രോസിനോട് പറഞ്ഞപ്പോൾ പത്രോസ് യേശുവിനോട് മറുപടി എന്ന രീതിയിൽ പറയുന്നു, കർത്താവേ, ഞാൻ നിന്റെ കൂടെ എന്റെ ജീവിതാന്ത്യം വരെ ഉണ്ടാകും. എന്ത് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഞാൻ അത് ഏറ്റെടുക്കും. നിന്റെ കൂടെ കാരാഗ്രഹത്തിലാകാൻ ഇടവന്നാൽ അതിനും ഞാൻ തയ്യാർ. ഇനി ഒരു വേള മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ അതിനും സന്നദ്ധനാണ് എന്ന് പത്രോസ് യേശുവിനോട് പറയുന്നു. യേശു മനുഷ്യന്റെ ചാപല്യത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പത്രോസിനോട് പറയുന്നു, പത്രോസേ, നീ 3 പ്രാവശ്യം എന്നെ നിഷേധിച്ച് പറയാൻ ഇടവരും ഈ ദിവസം തന്നെ. ആ നിഷേധത്തിന്റെ സ്വരം കേട്ടായിരിക്കും ഇന്ന് കോഴി കൂകാൻ പോകുന്നത്. ഇത്രയും മുന്നറിയിപ്പ് പത്രോസിന് നൽകിയിട്ട് പോലും പത്രോസിന്റെ മാനുഷിക ബലഹീനത പത്രോസിനെ കീഴ്പ്പെടുത്താൻ ഇടവന്നു എന്നുള്ളതാണ് തുടർന്നുള്ള സംഭവവികാസത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്.